ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രോ ബിഹൈൻഡ് ദ സീൻസ് വേണം. നിങ്ങൾ കാണുന്ന ഒരു 1.5 അല്ലെങ്കിൽ 1 മിനിറ്റിന്റെ ഒരു റീൽസ് ആയിരിക്കും. പക്ഷേ നമ്മളെ ഫുഡ് ബ്ലോഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണത് 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പല ഷോർട്സ് പല ആംഗിൾസിൽ പല രീതിയിൽ എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഒരു ഔട്ട് കൊണ്ടുവരുന്നത്. നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പെയ്ഡ് ആണെന്ന് വിചാരിക്കും. പെയ്ഡ് ആണെന്നും പറഞ്ഞ ഒരുപാട് കമന്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഒരു ഫുഡ് നല്ലതാണെന്നും പറഞ്ഞ് നമ്മളെ വീഡിയോയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലും കമന്റുകളും പലതും വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോപ്പോ ഇനി ഹോം ബേക്കേഴ്സ് ഇനി ആരാണെങ്കിൽ തന്നെ നമ്മൾ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ കസ്റ്റമേഴ്സിന് എങ്ങനെ കൊടുക്കുമോ അതുപോലെ മാത്രം നമുക്ക് തന്നാൽ മതി എന്നാണ്. അതിൽ നമ്മൾ വ്ളോഗർ ആണെന്നുള്ള ഒരു പരിഗണനയോ അല്ലെങ്കിൽ കൂടുതലോ കുറവോ അങ്ങനെ ഒന്നും നമുക്ക് വേണ്ടെന്ന് നമ്മൾ എല്ലാ ഷോപ്പുകാരടുത്തും പറയുന്നതാണ്. ഒരു സാധനം ബാഡ് ഓർ ഗുഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നത് തന്നെ സ്വന്തം ടേസ്റ്റ് എന്നാണ്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരുപാട് ടൈമും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റും ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിംഗ് കാര്യങ്ങൾ തുടങ്ങിയ എല്ലാം ഇതിന്റെ പിറകെ നടന്നിട്ടാണ് നിങ്ങൾക്ക് ഒരു മിനിറ്റിന്റെ അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റിന്റെ വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത്. ഈ പെയ്ഡ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഇത്ര എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഒരു വീഡിയോ പ്രസന്റ് ചെയ്യുന്നത്. ഒരു വീഡിയോ ചെയ്യാൻ ക്യാമറമാൻ, ലൈറ്റ്